ഇ.പി. ജയരാജന്റെ ബി.ജെ.പി. പ്രവേശന ചർച്ചയെ ചൊല്ലി സി.പി.എമ്മിൽ വരാനിരിക്കുന്നത് വൻ പൊട്ടിത്തെറി. ചർച്ച നടന്നെന്ന് ബി.ജെ.പി. നേതൃത്വം വ്യക്തമാക്കിയതോടെ സി.പി.എം വെട്ടിലായിരിക്കുകയാണ്. പ്രതിസന്ധി മുന്നിൽ കണ്ടാണ് കഴിഞ്ഞ ദിവസം ഇ.പി.യെ കുറ്റപ്പെടുത്തി മുഖ്യമന്ത്രി രംഗത്ത് വന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ കൂടുതൽ നേതാക്കൾ സിപിഎമ്മിൽ നിന്നും കോൺഗ്രസിൽ നിന്നും ബിജെപിയിൽ എത്തുമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. പിണറായിയോളം തലപ്പൊക്കമുള്ള ഒരു സിപിഎം നേതാവ് ചർച്ച നടത്തിയതായും ബിജെപി നേതാക്കൾ വ്യക്തമാക്കിയിട്ട് ആഴ്ചകൾ കഴിയുന്നു. അത് ഇടതുമുന്നണി കൺവീനറും സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗവുമായ ഇ.പി. ജയരാജൻ തന്നെയെന്ന് ഉറപ്പിച്ചതോടെ സിപിഎം വെട്ടിലായി. കഴിഞ്ഞ കുറെ നാളുകളായി സിപിഎം നേതൃത്വത്തോട് അത്ര അടുപ്പത്തിലല്ല ഇ.പി. ജയരാജൻ. ഒരു കാലത്ത് നിഴൽ പോലെ നിന്ന് തന്നെ പിണറായി കറിവേപ്പില പോലെ അവഗണിക്കുന്നുവെന്ന പരാതിയാണ് ഇ.പിക്കുള്ളത്. എം.വി. ഗോവിന്ദനെ സിപിഎം സംസ്ഥാന സെക്രട്ടറി ആക്കിയതിലും കടുത്ത എതിർപ്പ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. എം.വി. ഗോവിന്ദൻ നയിച്ച ജനകീയ പ്രതിരോധ യാത്രയിൽ നിന്ന് വിട്ടുനിന്നാണ് സിപിഎം നേതൃത്വത്തെ അദ്ദേഹം പ്രതിഷേധം അറിയിച്ചത്. പിന്നീട് മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇടപെട്ട് അനുനയിപ്പിച്ച ശേഷമാണ് സിപിഎം രാഷ്ട്രീയത്തിൽ ഇ.പി. സജീവമായത്. ഇതിനിടെ ബി.ജെ.പി. നേതൃത്വവുമായി ഇ.പി. ചർച്ച നടത്തിയെന്ന വെളിപ്പെടുത്തൽ വീണ്ടും സിപിഎമ്മിന് കനത്ത പ്രഹരമായി. ചർച്ച നടന്നുവെന്ന് ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം തന്നെ സമ്മതിച്ചതോടെ വെട്ടിലായത് സിപിഎം നേതൃത്വമാണ്. വരാനിരിക്കുന്ന പൊട്ടിത്തെറി മുന്നിൽ കണ്ടാണ് ഇ.പി.യെ കുറ്റപ്പെടുത്തി കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി രംഗത്ത് വന്നതും. സാന്റിയാഗോ മാർട്ടിനിൽ നിന്നും ദല്ലാൽ നന്ദകുമാറിന്റെ ഇടനിലയിൽ ദേശാഭിമാനിക്കായി ഇ.പി. 2 കോടി വാങ്ങിയ സംഭവമാണ് ഇതിലൂടെ മുഖ്യമന്ത്രി പറഞ്ഞുവെച്ചത്. പക്ഷേ ആ സംഭവത്തിനു ശേഷവും ജയരാജനെ ഇതുവരെ തള്ളിപ്പറയാൻ പിണറായി വിജയൻ തയ്യാറായിരുന്നില്ല എന്ന വസ്തുത നിലനിൽക്കുന്നുണ്ട്. അതേസമയം ഇ.പി. വിഷയം ചർച്ച ചെയ്യുന്നതിൽ സിപിഎമ്മിൽ ആശയക്കുഴപ്പം തുടരുകയാണ്. ചർച്ചയ്ക്ക് ശേഷമാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചതെന്നായിരുന്നു എം.വി. ജയരാജന്റെ പ്രതികരണം. CPIM PB അംഗം കൂടിയായ മുഖ്യമന്ത്രി പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ബി.ജെ.പി. പ്രവേശനം കോൺഗ്രസ് നേതാക്കന്മാർ നടത്തുന്നതും ഇ.പിയുമായി ബന്ധപ്പെട്ട പ്രശ്നവും തമ്മിൽ ഒരു താരതമ്യവും അർഹിക്കുന്നില്ല. എന്നാൽ പാർട്ടി ജയരാജൻ വിഷയം ചർച്ച ചെയ്യുമെന്ന് തോമസ് ഐസക് പറഞ്ഞു. അതിനെക്കുറിച്ചാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഞാനായിട്ടിപ്പോൾ വ്യക്തിപരമായ അഭിപ്രായമൊന്നും പറയുന്നില്ല. ഇവിടെ നിശ്ചയമായിട്ടും പാർട്ടി ഘടകത്തിൽ ചർച്ച ചെയ്യും. ഇ.പി. ജയരാജൻ മുഖ്യമന്ത്രിയുടെ ദൂതനെന്നും അതിന്റെ ഭാഗമാണ് കൂടിക്കാഴ്ചയും ചർച്ചയുമെന്നുമായിരുന്നു രമേശ് ചെന്നിത്തലയുടെ വിമർശനം. ഞാൻ ജയരാജനെ കുറ്റപ്പെടുത്തുന്നില്ല. മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണ് ജയരാജൻ എപ്പോഴും പ്രവർത്തിക്കാറുള്ളത്. മുഖ്യമന്ത്രിയുമായി ഏറ്റവും അടുത്ത വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ബി.ജെ.പി. CPM ധാരണ അന്തർധാര ഉറപ്പിക്കുന്ന കൂടിക്കാഴ്ചകളാണിതെല്ലാം എന്ന് കേരളത്തിലെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഇ.പിയുടെ ബി.ജെ.പി. പ്രവേശന ചർച്ചകൾ സിപിഎമ്മിനെ പിടിച്ചുലയ്ക്കുമെന്ന് ഉറപ്പ്. ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്തു നിന്നും ഇ.പിയെ മാറ്റാൻ മുഖ്യമന്ത്രി തന്നെ രംഗത്തിറങ്ങുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ജനം, തിരുവനന്തപുരം.